നമുക്കെല്ലാവർക്കും ഒരുപോലെ വിഷമമുണ്ടാക്കിയ ഒരു വാർത്തയാണ് വെഞ്ഞാറമൂടിലുണ്ടായ അതിദാരുണമായ സംഭവം. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ ഇല്ലാതാക്കിയത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റവരെയാണെന്നോർക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. ആക്രമിക്കപ്പെട്ടവരിൽ സ്വന്തം ഉമ്മ ഷെമി മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. അവർ രക്ഷപ്പെട്ട കാര്യം പോലും അഫാൻ അറിഞ്ഞിട്ടില്ല. ഉമ്മ മരണപ്പെട്ടു എന്നാണ് ഇപ്പോഴും അഫാൻ കരുതുന്നത്. ഷെമി ഗോകുലം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണുള്ളത്. ഒന്നനങ്ങാൻ പോലും കഴിയാതെ കിടക്കുമ്പോഴും തൻ്റെ സ്വന്തം മകനെ ആ അമ്മ വിട്ടുകൊടുക്കുന്നില്ല. താൻ കട്ടിലിൽ നിന്ന് വീണ് ഉണ്ടായ പരിക്കാണെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് തലയിലുണ്ടായ ആഘാതം കൊണ്ട് അങ്ങനെ പറയുന്നതാണോ അതോ സ്വയബോധത്തോടെ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇതുവരെ ഉറ്റവരിത്രയും പേരും മരണപ്പെട്ട കാര്യം ഷെമി അറിഞ്ഞിട്ടില്ല. അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇളയ മകൻ അഫ്സാനെ പറ്റിയാണ്. അഫ്സാൻ ബന്ധുവിൻ്റെ വീട്ടിലുണ്ടെന്നാണ് സമാധാനിപ്പിച്ചിരിക്കുന്നത്. ഒരു ക്യാൻസർ രോഗിയായ ഒരമ്മ ഇത്രയും വേദന സഹിച്ച് കിടക്കയിൽ കിടക്കുന്ന അമ്മയോട് ഇളയ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ പറയുമെന്നോർത്ത് വിതുമ്പുകയാണ് ബന്ധുക്കൾ. അതുകൂടാതെ 7 വർഷത്തിന് ശേഷം അഫാൻ്റെ പിതാവ് നാട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാ ബാധ്യതകളും തീർത്ത് നാട്ടിലെത്താമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇങ്ങനെ ഓരോ ദാരുണമായ സംഭവത്തിന് സാക്ഷിയായി വരേണ്ടി വന്നത്. അഫാൻ്റെ പിതാവ് പറയുന്ന വാക്കുകളിലേക്ക് പോവാം. വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാം പോലീസ് തെളിയിക്കട്ടെ എന്നാണ് അഫാൻ്റെ അച്ഛൻ റഹീം പറയുന്നത്. സ്ഥിരമായി കുടുംബവുമായി ബന്ധപ്പെടാറുള്ളതാണ് ഞാൻ എന്നും. വീട് വച്ചതുമായി ബന്ധപ്പെട്ട ബാധ്യതകളെല്ലാം ഞാൻ നേരത്തെ തന്നെ തീർത്തിരുന്നുവെന്ന് റഹീം പറയുന്നു. വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുടുംബമല്ല തങ്ങളുടേതെന്നും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും ആണ് അബ്ദുൾ റഹീം മാധ്യമങ്ങളോട് പറയുന്നത്. ഇത്രയും കടമുള്ള വിവരമൊന്നും താൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് അവിടെ ബിസിനസ് ചെയ്തതിൽ കുറേയൊക്കെ കടമുണ്ടായിരുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവരെ അത് അറിയിച്ചതുമില്ല. പക്ഷേ നാട്ടിൽ ഇത്രത്തോളം കടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് എനിക്ക് യാതൊരു ഐഡിയയുമില്ല. സ്ഥിരമായി കുടുംബവുമായി ബന്ധപ്പെടാറുള്ള ആളാണ് താൻ. വീട് വച്ചതുമായി ബന്ധപ്പെട്ട ബാധ്യതകളെല്ലാം താൻ തീർത്തതാണ്. കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുൻപും കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നാണ് റഹീം പറഞ്ഞു നിർത്തുന്നത്. ഈ അവസ്ഥയിലും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാന്യമായി തന്നെ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. എന്നിരുന്നാലും സ്വന്തം കുടുംബം മുഴുവനായി തകർന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. 7 വർഷമായി അദ്ദേഹം നാട്ടിലെത്തിയിട്ട്. അതുകൊണ്ട് തന്നെ മക്കളുടെ വളർച്ചയിലെ ഏറ്റവും വലിയ ഘട്ടങ്ങളിലൊന്നും തന്നെ അദ്ദേഹം കൂടെയില്ലായിരുന്നു. അവിടെയെല്ലാം ഷെമി തന്നെയാണ് മക്കളെ നോക്കിയത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നും ഷെമിക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ഈ കേസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ അപ്ഡേറ്റുമായി വീണ്ടും വരാം.